ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് 2016 റിലീസായ നൈറ്റ്മെയർ ടീച്ചർ എന്ന മിസ്റ്ററി ഹൊറർ കഥയാണ്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയ സ്റ്റോറിയാണ്. വേഗം തന്നെ വീഡിയോയിലേക്ക് എടുക്കാം. അതിനു മുന്നേ ഇതുപോലത്തെ വീഡിയോസ് കാണാൻ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ മറക്കാതെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. കഥ തുടങ്ങുന്നത് ഒരു ഹൈസ്കൂളിലാണ്. അന്ന് ആ ക്ലാസിന്റെ പതിവ് ക്ലാസ് ടീച്ചർ എത്തിയിട്ടുണ്ടായിരുന്നില്ല. പുള്ളിക്ക് ഒരു അപകടം പറ്റിയതിനെ തുടർന്ന് കുറച്ചു നാൾ ലീവിലാകുമെന്ന കാര്യം കൊണ്ട് തന്നെ പുതിയൊരു ക്ലാസ് ടീച്ചറാണ് ആ ക്ലാസ്സിലെ കുട്ടികളെ ഹാൻഡിൽ ചെയ്യാനായി എത്തുന്നത്. അദ്ദേഹത്തിന്റെ പേര് ഗുവൻ എന്നാണ്. അദ്ദേഹം വന്ന പാട് തന്നെ കുട്ടികളോട് അവരുടെ പ്രശ്നങ്ങളെ പറ്റിയൊക്കെ സംസാരിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ തന്നോട് അവർക്ക് തുറന്നു പറഞ്ഞ് കൗൺസിലിങ്ങിന് വിധേയമാകാമെന്നെല്ലാം സാറ് പറയുമ്പോ അതിന്റെ ഒന്നും ആവശ്യമില്ല, സാറ് പഠിപ്പിച്ചാൽ മാത്രം മതി എന്ന് ആ കൂട്ടത്തിലെ കണ്ടാൽ ഒരു പഠിപ്പി പയ്യന്റെ ഒക്കെ ലുക്കുള്ള ഒരാൾ പറയുന്നുണ്ട്. അത് കേൾക്കുന്ന സാറാകട്ടെ നേരെ അവന്റെ അടുത്തെത്തി, എടാ മോനെ, സെക്കൻഡ് പ്ലേസ് വാങ്ങുന്നവരെ എല്ലാരും അങ്ങനെ ഓർത്തിരിക്കാറില്ല എന്ന് അവനെ കളിയാക്കുന്നുണ്ട്. അതിന് കാരണം ഇവൻ പഠിച്ച ഫസ്റ്റ് റാങ്ക് മേടിക്കാനായി ഒരുപാട് കഷ്ടപ്പെടുന്ന ഒരു പയ്യനാണ്. പക്ഷെ ഒരിക്കലും ഇവന് ഫസ്റ്റ് റാങ്ക് ഇന്ന് വരെ കിട്ടിയിട്ടില്ല. ആ കാര്യം ഫസ്റ്റ് ഡേ ഇവിടെ വന്ന ആ ഒരു സമയം തന്നെ ഇവൻ ആദ്യമായി കണ്ട ആ സമയം തന്നെ നല്ലവണ്ണം മനസ്സിലാക്കിയാണ് സാർ പറഞ്ഞ കാര്യത്തിന് അവനെ ഒരു കൗണ്ടർ അടിച്ചപ്പോ സാർ തിരിച്ച് അവനെ കൗണ്ടർ അടിച്ച് വാടപ്പിച്ചിരുത്തിയിരിക്കുന്നത്. അത് കുട്ടികളെല്ലാം വളരെ ഇംപ്രസ് ചെയ്യുന്നുണ്ട്. സാർ അതിനുശേഷം ഒരു പേര് ബോർഡിൽ എഴുതുന്നു. അവളുടെ പേര് ജി എന്നാണ്. എന്റെ അടുത്ത് കൗൺസിലിംഗിന് വരേണ്ട ആദ്യത്തെ സ്റ്റുഡന്റ് ജി ആണെന്ന് സാറ് പറയുമ്പോൾ ജി എന്ന പെൺകുട്ടിയെ നമുക്ക് കാണാം. അവൾ ആകെ പേടിച്ചിരിക്കുകയാണ്. കാരണം അവൾ ആ സ്കൂളിൽ നല്ലവണ്ണം ബുള്ളിങ്ങിലൂടെ കടന്നു പോകുന്ന ഒരാളാണ്. പക്ഷേ അവൾക്ക് ഇതുപോലെ ഇപ്പോൾ കൗൺസിലിംഗിന് പോയി താൻ നേരിടുന്ന പ്രശ്നങ്ങൾ തുറന്നു പറഞ്ഞ് വീണ്ടും അത് വലിയ വലിയ പ്രശ്നങ്ങളിലേക്ക് പോകാനായി തീരെ താല്പര്യമില്ല. സാർ ഇപ്പൊ വിളിച്ചതുകൊണ്ട് തന്നെ അവൾ സാറിനോട് സംസാരിക്കാനായി പോകുന്നുണ്ട്. മനസ്സ് തുറന്ന് പറയുന്നുണ്ട്, എനിക്ക് ഫ്രണ്ട്സ് ആരുമില്ല, എന്നെ എല്ലാവരും കളിയാക്കാണ്, കുറ്റപ്പെടുത്താണെന്നൊക്കെ. അത് കേൾക്കുന്ന സാർ അവളോട്, നിനക്ക് ക്ലാസ്സിൽ ആരെയൊക്കെ ഫ്രണ്ട്സ് ആയി വേണോ അവരുടെ പേര് ഈ ലിസ്റ്റിൽ നിന്റെ പേരിന്റെ കൂടെ ചേർത്തൊരു വര വരച്ചിടാനായി പറയുമ്പോൾ അവൾ ക്ലാസ്സിലെ 2 പെൺകുട്ടികളുടെ പേര് അവളുടെ പേരിലേക്ക് ഒരു മാച്ച് വരച്ചിടുന്നുണ്ട്. ഈ 2 പേരാണ് അവളെ ഏറ്റവും അധികം ആ ക്ലാസ്സിൽ ബുള്ളി ചെയ്യാറുള്ളത്. അവൾ അങ്ങനെ ചെയ്ത് കഴിയുമ്പോഴേക്കും സാറ് ഇന്ന് നീ ക്ലാസ്സിൽ പോയി ഇരുന്നോളാനെ പറയുമ്പോൾ അവൾക്കൊന്നും തന്നെ മനസ്സിലാവുന്നില്ല. പക്ഷെ ക്ലാസ്സിൽ എത്തി കഴിയുമ്പോൾ അവളെ ആ ബുള്ളി ചെയ്യുന്ന 2 പെൺപിള്ളേരുണ്ടല്ലോ, അവരിപ്പോ അവളുടെ അടുത്തേക്ക് എത്തി ഭയങ്കര കാര്യത്തിൽ അവളുടെ ബെസ്റ്റ് ഫ്രണ്ട്സ് ആണെന്ന രീതിയിലാണ് ഇപ്പോ അവളോട് സംസാരിക്കുന്നത്. നിമിഷ നേരത്തിൽ എന്താണ് ഇവർക്ക് സംഭവിച്ചതെന്ന് അവൾക്ക് മനസ്സിലാവുന്നില്ല. ആ സമയത്ത് ഈ 2 പെൺകുട്ടികളെയും ലീഡറായ മറ്റൊരു പെൺകുട്ടി ഉണ്ട്. അവളുടെ പേര് സോങ് എന്നാണ്. സോങ് എത്തി, നീയൊക്കെ എന്തേ കാണിക്കുന്നത്, ഇവളുടെ കൂടെ എന്തിനാ സംസാരിച്ചിരിക്കുന്നത്, ഇങ്ങ് വാന്നും പറഞ്ഞ് ആ 2 പെൺപിള്ളാരെയും വിളിക്കാൻ നോക്കുമ്പോൾ അത് ജയ് പ്രത്യേകം ശ്രദ്ധിക്കുന്നുണ്ട്. അവൾ ഈ സോങ്ങിന്റെ പേര് അവളുടെ കൂടെ ഫ്രണ്ട് ആകണമെന്ന രീതിയിൽ മാച്ച് ചെയ്ത് വിട്ടിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ സോങ് ഇവളുടെ ഫ്രണ്ട് ആയിട്ടില്ല. ഈ സോങ്ങിനിട്ടൊരു പണി കൊടുക്കണം, ഇവളാണ് ഇവരെ കൊണ്ട് തന്നെ കഷ്ടപ്പെടുത്തി എന്ന് നല്ലവണ്ണം അറിയാവുന്ന ജി നേരെ പോകുന്നത് നമ്മുടെ സാറിന്റെ അടുത്തേക്കാണ്. പുള്ളിക്കാരനോട് ഒന്നുകൂടെ സാർ ആ പേപ്പർ എനിക്ക് തരുമോ, എനിക്ക് അതിൽ കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ടെന്ന് പറയുമ്പോൾ അങ്ങനെ ആ പേപ്പർ ഞാൻ തരില്ല, അത് ഒരു വട്ടം യൂസ് ചെയ്യാൻ പാടുള്ളൂ, ഇനിയിപ്പോ അത് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ തന്നെ എന്റെ കൂടെ ഒരു കോൺട്രാക്ട് വെക്കണം, അതിന് തയ്യാറാണെങ്കിൽ മാത്രം എന്ന് സാറ് പറയുമ്പോൾ അവൾ എന്തിനും തയ്യാറായിരുന്നു. അങ്ങനെ സാർ ഒരു കോൺട്രാക്ട് പേപ്പറിൽ അവളെ കൊണ്ട് സൈൻ ചെയ്യിപ്പിക്കുന്നു. ആ സമയം പറയുന്നുണ്ട് ഇതിന്റെ കോൺസിക്വൻസുകൾ നീ അനുഭവിക്കേണ്ടി വരും, അതുകൊണ്ട് ആലോചിച്ച് ചെയ്താൽ മതിയെന്ന്. പക്ഷെ ആ ഒരു സമയത്ത് തനിക്ക് ഫ്രണ്ട്സിനെ വേണം എന്നത് അവളുടെ മുന്നിലെ ഏറ്റവും വലിയൊരു പ്രയോറിറ്റി ആയിരുന്നത് കൊണ്ട് തന്നെ അവൾ അതിനെ സമ്മതിക്കുന്നു. അങ്ങനെ സൈൻ ചെയ്യുമ്പോൾ അതും വളരെ വേർഡായ രീതിയിലാണ്. ചുമ്മാ പേനയിൽ സൈൻ ചെയ്യല്ല, മറിച്ച് അവളുടെ രക്തത്തുള്ളി അതിൽ ഒഴിക്കുമ്പോൾ അത് തനിയെ അവളുടെ പേരുള്ള ഒരു സൈൻ കണക്ക് മാറാണ്. അവൾക്ക് ഇതൊക്കെ വളരെ ആശ്ചര്യമുള്ളതാണെങ്കിലും ഫ്രണ്ട്സ് എന്നത് അവൾക്ക് വളരെ അത്യാവശ്യമാണ്. കാരണം ഒരു നല്ല ഫ്രണ്ട്ഷിപ്പും അവൾ അനുഭവിച്ചിരുന്നില്ല. അതുകൊണ്ട് തന്നെ അവൾ കൂടുതലൊന്നും ചിന്തിക്കാതെ സാറിന്റെ കൂടെ അങ്ങനെ കോൺട്രാക്റ്റിൽ ഏർപ്പെടുന്നു. തുടർന്ന് അവൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ സോങ്ങിന് മറ്റ് 2 പെൺകുട്ടികളുമായി ഫ്രണ്ട്ഷിപ്പ് പാടില്ല എന്ന രീതിയിലാണ് അവൾ അതിൽ കട്ട് ചെയ്ത് വിടുന്നത്. ഫ്രണ്ട്സ് ആവണം എന്നവരുടെ പേര് ചേർത്ത് വെക്കുക എന്നതുപോലെ തന്നെ ഫ്രണ്ട്സ് ആവരുത് എന്നുള്ളവരുടെ പേര് ഇതുപോലെ കട്ട് ചെയ്ത് വിടാൻ സാധിക്കും. അവൾ അങ്ങനെ കട്ട് ചെയ്ത് വിട്ട് ക്ലാസ്സിലേക്ക് പോകുമ്പോൾ പിന്നീട് അവൾക്ക് കാണാൻ സാധിക്കുന്നത് സോങ്ങിനെ ആ 2 പെൺകുട്ടികൾ മൈൻഡ് ചെയ്യാതെ അവളുടെ കൂടെ ഫ്രണ്ട് ആയിരിക്കുന്ന ആ ഒരു കാഴ്ചയാണ്. അങ്ങനെ പിന്നീട് നമ്മൾ കാണുന്നത് അവൾ അവളുടെ ഫ്രണ്ട്സ് ഗ്യാങ് ആ ഒരു ചാർട്ടിന്റെ സഹായത്തോടെ ക്ലാസ്സിലെ മറ്റു കുട്ടികളുടെ പേരിനോട് തന്റെ പേര് മാച്ച് ചെയ്ത് കൂട്ടിയിരിക്കുകയാണ്. അതായത് അവൾ ഇങ്ങനെ അവളുടെ ഫ്രണ്ട്സ് ആയിട്ടുള്ള കുട്ടികളുടെ എണ്ണം കൂട്ടുന്നു, അവൾക്ക് തോന്നുംപടി മറ്റുള്ളവരെ തമ്മിൽ തെറ്റിക്കുന്നു. അങ്ങനെ എല്ലാ കാര്യങ്ങളും ആ ചാർട്ടിൽ അവൾ ഇങ്ങനെ വരച്ച് ചെയ്യുന്നുണ്ട്. കാര്യങ്ങൾ അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ അവളിപ്പോ ഒരു വലിയ ഗ്യാങ്ങിന്റെ ലീഡർ കണക്ക് മാറുന്നുണ്ട്. മുന്നേ എല്ലാവരും കളിയാക്കി കുറ്റപ്പെടുത്തി ഒറ്റപ്പെടുത്തിയിരുന്ന അവളിപ്പോ എല്ലാവരുടെയും സെന്റർ ഓഫ് അട്രാക്ഷനായി മാറിയിരിക്കുന്നു. അവൾക്ക് പക്ഷെ അതുകൊണ്ട് തൃപ്തിയാവുന്നില്ല. അവൾക്ക് ആ ക്ലാസ്സിൽ വളരെ നന്നായി പഠിക്കുന്ന റിം എന്നൊരു പെൺകുട്ടിയുണ്ട്. റിമ്മിന്റെ ബോയ് ഫ്രണ്ട് ആണ് വൂ എന്ന പയ്യൻ. ആ വൂവിനോട് ജിക്ക് എപ്പോഴും ഒരു കണ്ണുണ്ട്. അതുകൊണ്ട് തന്നെ അവൾ ആ ചാർട്ട് എടുത്ത് അതിൽ റിമ്മിന്റെയും വൂവിന്റെയും ഇടയിലുള്ള കണക്ഷൻ വേണ്ട എന്ന രീതിയിൽ ഒരു വര വരയ്ക്കുന്നു. കൂടാതെ വൂ താനുമായി കണക്റ്റഡ് ആവണം എന്ന രീതിയിൽ മറ്റൊരു വരയും വരയ്ക്കുന്നു. അതിനുശേഷം ആ ഒരു കാര്യത്തിന്റെ എഫക്റ്റില് വൂ പിന്നീട് അവന്റെ ഗേൾ ഫ്രണ്ട് ആയ റിമ്മിനെ മൈൻഡ് ആക്കാതെ ജിയുടെ പുറകിൽ
റിമ്മിനാണ്. റിമ്മിനാകട്ടെ ഒന്നും തന്നെ മനസ്സിലാവുന്നില്ല, ഇതെന്താ പെട്ടെന്ന് ഇവൻ തന്നെ മൈൻഡ് ചെയ്യാതെ അവളുടെ പുറകിന് നടക്കുന്നതെന്ന്. അങ്ങനെ കാര്യങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ സോങ്ങിന്റെ ഫ്രണ്ട്സിനെ എല്ലാം തന്നെ ജി ഇപ്പൊ തട്ടിയെടുത്തല്ലോ. അവൾക്ക് പതിയെ പതിയെ സോങ്ങിനോടുള്ള അസൂയ ഇഷ്ടക്കേടൊക്കെ മാറുന്നു. അവൾക്ക് ഇപ്പൊ ടാർഗറ്റ് റിമ്മാണ്. അതുകൊണ്ട് തന്നെ സോങ്ങിനെ തന്റെ ഫ്രണ്ട് ആക്കി മാറ്റാമെന്ന് ധരിച്ച് അവൾ സാറിന്റെ അടുത്തേക്ക് ചെന്ന്, സാർ ഒന്നുകൂടെ എനിക്ക് അതിൽ ഒരു കാര്യം തിരുത്താനായിട്ടുണ്ട്, അതുകൊണ്ട് സാർ ഒന്ന് ഹെൽപ്പ് ചെയ്യണം എന്നൊക്കെ പറയുമ്പോൾ അതെങ്ങനെ പറ്റും എന്നൊക്കെ പറഞ്ഞ് സാർ അവളോട് ദേഷ്യപ്പെടാണ്. ഈ പേപ്പറിൽ സാർ അവൾക്ക് കോൺട്രാക്ട് വെച്ച് കൊടുത്തത് പ്രകാരം അവൾക്ക് പുതിയ പുതിയ കാര്യങ്ങൾ ചെയ്യാം, പക്ഷെ ചെയ്തൊരു കാര്യം തിരുത്തണമെങ്കിൽ അതങ്ങനെ ഈസി ആയിട്ട് സാധിക്കില്ല. ഇവർ ഈ കാര്യത്തെ പറ്റി സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതുവഴി പോകുന്ന വു എപ്പോഴും കയ്യിൽ ഒരു ക്യാമറ വെച്ച് ഫോട്ടോ എടുക്കും. അതേ കണക്ക് അവൻ ഇവർ നിന്ന് സംസാരിക്കുന്നതിന്റെ ഫോട്ടോ എടുക്കുമ്പോൾ അതിൽ ഈ സാറിന്റെ മുഖം വളരെ അവ്യക്തമായ രീതിയിൽ പതിഞ്ഞിരിക്കുന്നത് നമുക്ക് കാണാം. എന്തായാലും അവളാകട്ടെ ഇത് തിരുത്തുന്ന കാര്യത്തെ പറ്റി സാർ ഒരു പോസിറ്റീവ് റെസ്പോൺസ് പറയാത്തതിനെ തുടർന്ന് ക്ലാസ്സിൽ വന്ന് കുറച്ച് ഇറിറ്റേറ്റഡ് ആയിരിക്കുകയാണ്. ആ ഒരു സമയം അവൾ ഇപ്പോൾ അവളുടെ ഫ്രണ്ട്സ് ആക്കി മാറ്റിയിരിക്കുന്ന കുട്ടികളെല്ലാരും കൂടി അവളെ കിടന്നങ്ങ് എന്റെ കൂടെ ഉണ്ട്, എന്റെ കൂടെ വാ, എന്റെ അടുത്ത് വന്നിരിക്കുന്നു പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും പിടിവലി നടത്തുമ്പോൾ അവൾക്ക് തന്നെ അതൊരു വല്ലാത്ത മടുപ്പ് കണക്ക് തോന്നുന്നുണ്ട്. ഓ ശല്യമായില്ല എന്ന രീതിയിൽ അവൾ ഇങ്ങനെ ഇരിക്കുമ്പോൾ അവളുടെ കൈ തട്ടി ആ കയ്യിലുണ്ടായിരുന്ന ചാർട്ട് താഴെ വീഴുന്നു. അവൾ ആദ്യം അത് ശ്രദ്ധിച്ചതേയില്ല. കൂടാതെ അതേസമയം അതിലേക്ക് കുറച്ച് വെള്ളവും തട്ടിമറിഞ്ഞ് വീണിട്ടുണ്ടായിരുന്നു. അങ്ങനെ വീണ വെള്ളത്തുള്ളി റിമ്മിനെയും അവളുടെ ബോയ് ഫ്രണ്ട് വൂവിനെയും തമ്മിൽ അകറ്റാനായി ജി വരച്ചു വെച്ച ആ ഒരു ലൈൻ ഇപ്പോ മായ്ച്ചു കളയാണ്. അതിനെ തുടർന്ന് ജിയുമായി വൂവിന് തോന്നിയ ആ ഒരു അടുപ്പം മാറി അവൻ വീണ്ടും റിമ്മിന്റെ കൂടെ കൂടുന്നു. റിമ്മിനാകട്ടെ ഇതെന്ത് ഇവൻ വീണ്ടും എന്നോട് വന്ന് മിണ്ടുന്നത്, എന്നെ മൈൻഡ് ചെയ്യാതെ ഇപ്പൊ നടന്നവനല്ലേ, ഇവനത് എന്താ പറ്റിയെന്ന് ആകെ ഡൗട്ട്. ഇതേ സമയം ജിക്ക് അവളിപ്പോ ഫ്രണ്ട്സ് ആക്കി വെച്ചിരിക്കുന്ന അവളുടെ ക്ലാസ്മേറ്റ്സിനെ കൊണ്ട് ഒരു സൗകര്യമില്ല. അവൾ ഇടം വലം തിരിയാൻ വിടാതെ അവര് ശ്വാസം മുട്ടിക്കുമ്പോൾ അവൾ ഓടി രക്ഷപ്പെട്ട് നേരെ റൂഫ് ടോപ്പിലേക്ക് ചെല്ലുന്നു. അവിടെ നാശം കണ്ടടുത്ത് നിന്ന് രക്ഷപ്പെട്ടല്ലോ എന്ന ആ ഒരു ദീർഘനിശ്വാസം വിട്ട് അവൾ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് റൂഫ് ടോപ്പിൽ നിന്ന് ചാടുന്ന ഒരു സിറ്റുവേഷനിൽ സോങ്ങിനെ അവൾ കാണുന്നുണ്ട്. നീ എന്തേ ചെയ്യുന്നതെന്ന് അത് കണ്ട് ജി ചോദിക്കുമ്പോൾ, നീ എന്റെ ഫ്രണ്ട്സിനെ എല്ലാം എന്റെ അടുത്ത് നിന്ന് അകറ്റിയെടുത്തില്ലേ, നീ എന്ത് മാജിക് ആയിട്ട് ചെയ്തത്, എന്തായാലും നീ സന്തോഷമായിട്ടിരുന്നോ, ഞാൻ ചത്തു തരാന്ന് പറഞ്ഞു ഭയങ്കരമായി തന്നെ സോങ് ദേഷ്യപ്പെടുമ്പോ, അയ്യോ അങ്ങനൊന്നും ചെയ്യില്ലേ, അങ്ങനൊന്നും ഇല്ലെന്നൊക്കെ പറഞ്ഞ് താൻ കാരണം ഒരു ലൈഫ് ഇല്ലാണ്ടാവരുത് എന്ന തോന്നലുള്ള ജി പലതും പറഞ്ഞു നോക്കുന്നുണ്ടെങ്കിലും സോങ് പിന്മാറുന്ന മട്ടില്ല. അപ്പോഴേക്കും ജിയെ ഫോളോ ചെയ്ത് മറ്റു കുട്ടികൾ അവിടെ എത്തുന്നുണ്ട്. അവർ ജിയെ കണ്ടപാടെ അവളുടെ അടുത്ത് എത്താനായി പിടിവലി നടത്തുമ്പോൾ അവളുടെ കയ്യിലുണ്ടായിരുന്ന ചാർട്ട് താഴെ വീഴുന്നു. അത് ആരും കാണാതെ അവരുടെ ഒക്കെ കാലിന്റെ ഇടയിൽപ്പെട്ട് ചവിട്ടൊക്കെ ഇട്ട് തെന്നിത്തെറിച്ച് അവിടെ വീണ കിടന്ന കുറച്ച് വെള്ളത്തിലേക്ക് ചെന്ന് പതിക്കുമ്പോൾ അതിലെ എല്ലാ വരകളും മായാണ്. അങ്ങനെ കംപ്ലീറ്റ് ആയി ആ ഒരു ചാർട്ടിലെ മഷി കൊണ്ടുള്ള എല്ലാ വരകളും മാഞ്ഞ ശേഷം ജി അത്ര നേരം ഫ്രണ്ടായി പിടിവലി നടത്തിക്കൊണ്ടിരുന്ന എല്ലാ കുട്ടികളും അവളൊന്നൊരാളെ അവിടെ ഇല്ലാത്ത രീതിയിൽ മൈൻഡ് ആക്കാതെ തിരിച്ച് ക്ലാസ്സിൽ പോയിരിക്കുന്നു. അതോടുകൂടി ജി അവരുടെ ലൈഫിൽ നിന്നും ഓർമ്മകളിൽ നിന്നും എന്തിനേറെ ക്ലാസ്സിലെ അവളുടെ ഒരു സാന്നിധ്യം പോലും ഇല്ലാത്ത രീതിയിൽ അവരുടെ ഒക്കെ ലൈഫിൽ നിന്ന് തന്നെ അവൾ മാഞ്ഞു പോവാണ്. അവൾക്ക് തന്നെ തനിക്ക് എന്ത് പറ്റിയെന്ന് മനസ്സിലാവുന്നില്ല. അവൾ സാറിന്റെ അടുത്തേക്ക് ചെല്ലുമ്പോഴേക്കും സാർ അവളെ തൂക്കിയെടുത്ത് ഒരു ചില്ലിട്ട് അടച്ചു വെക്കുന്നത് നമുക്ക് കാണാം. അവൾ അങ്ങനെ ഇപ്പൊ അവിടെ ഒറ്റപ്പെട്ടു പോയിരിക്കുന്നു. നല്ലൊരു കൂട്ടുകെട്ടൊക്കെ വേണമെന്ന് ആഗ്രഹിച്ചിരുന്നവൾ അവളുടെ ലൈഫ് തന്നെയാണ് ഈ ചെയ്തു കൂട്ടിയ കാര്യങ്ങൾക്ക് ഇപ്പോൾ പ്രതിഫലമായി നൽകിയിരിക്കുന്നതെന്നാണ് ഇതിലൂടെ നമുക്ക് വ്യക്തമാവുന്നത്. ഇപ്പോൾ അവളുടെ ക്ലാസ്സിലെ കുട്ടികൾക്ക് ആർക്കും തന്നെ അവൾ എന്നൊരു വ്യക്തി അവിടെ ഉള്ളതായിട്ടേ ഓർമ്മയില്ല. അവളുടെ സീറ്റ് പക്ഷെ അവിടെ കാലിയായി കിടക്കാണ്. ഇത് കാണുന്ന റിമ്മിന് ഇതെന്താ ഇവിടെ ഒരു സീറ്റ് ഇങ്ങനെ ചുമ്മാ കിടക്കുന്നത്, ഈ സീറ്റിൽ ആരുടെ പേര് എഴുതി വെച്ചിരിക്കുന്നത്, ജിയോ, ആരത് എന്നിങ്ങനെയെല്ലാം റിം ഇങ്ങനെ ചിന്തിക്കുന്നു. അങ്ങനെ കാര്യങ്ങൾ മുന്നോട്ട് വന്നു. ഇവരുടെ ക്ലാസ്സിൽ ഒരു തല്ലിപ്പൊളി പയ്യനുണ്ട്. അവന്റെ പേര് ജെ എന്നാണ്. ജയ്ക്ക് അപ്പോ ആ ഒരു സ്കൂളിൽ നിലവിലുള്ള ഒരു റൗഡി പയ്യനെ അടിച്ചിട്ട് താനാവണം ആ ഒരു സ്കൂളിലെ ഏറ്റവും വലിയ റൗഡി എന്ന ഒരു ചിന്തയാണുള്ളത്. അതുകൊണ്ട് തന്നെ അവനുമായി ഒരു ഫൈറ്റിന് ജയ് തയ്യാറാവുന്നു. പക്ഷെ ഫൈറ്റിൽ താൻ ഒരിക്കലും ആ പയ്യനെ ജയിക്കില്ല, താൻ തോക്കേയുള്ളൂ എന്ന് ജയ്ക്ക് നന്നായി അറിയാം. അവൻ ആ ടെൻഷനിൽ ഇരിക്കുമ്പോഴേക്കും അവന്റെ പേരാണ് അടുത്തതായി തന്റെ കൗൺസിലിങ്ങിന് എത്താനായി സാറ് നിർദ്ദേശിക്കുന്നത്. അവൻ അങ്ങനെ കൗൺസിലിങ്ങിന് പോകുന്ന ടീം അവന്റെ മനസ്സ് അവൻ പോലും അറിയാതെ അവൻ പറയാതെ വായിച്ചറിയുന്ന സാർ അവനോട് ഇപ്പൊ നടക്കുന്ന ഫൈറ്റിൽ അവനെ ജയിപ്പിക്കാനായി സാറിന് സാധിക്കും, പക്ഷെ അതിനായി അവനൊരു കോൺട്രാക്ട് സാറിന്റെ കൂടെ ഇടണമെന്ന് പറഞ്ഞ് മുന്നേ ജിയെ കൊണ്ട് കോൺട്രാക്റ്റിൽ ഏർപ്പെടുത്തിയ പോലെ തന്നെ അവനെ കയ്യിൽ സ്റ്റാമ്പ് അടിപ്പിച്ച് ആ ഒരു കോൺട്രാക്ടിന്റെ ഭാഗമാക്കുന്നു. അതേ കണക്ക് കോൺട്രാക്ട് പേപ്പറിൽ അവനെ കൊണ്ട് സൈൻ ചെയ്യിപ്പിക്കുന്നുണ്ട്. അത് മുന്നേ രക്തം കൊണ്ട് ജിയെ സൈൻ ചെയ്യിപ്പിച്ച കണക്ക് തന്നെ ഒരു സൈൻ ആണ് ചെയ്യിപ്പിക്കുന്നത്. അങ്ങനെ അവൻ ആ കോൺട്രാക്ടിന്റെ ഭാഗമായ ശേഷം ആ ഒരു ഫൈറ്റിൽ അവൻ പങ്കെടുക്കുന്നുണ്ട്. ആ ഫൈറ്റിൽ കുറച്ച് പരിശ്രമിച്ച് തന്നെ അവന് ജയിക്കാനും സാധിക്കുന്നു. നിലവിലെ റൗഡി പയ്യനെ അടിച്ചിട്ട് അവൻ ഇപ്പോൾ ആ സ്കൂളിലെ ഒരു റൗഡിയായി മാറുന്നു. ആ തല്ലിപ്പൊളി പയ്യന്റെ ആഗ്രഹവും അത് തന്നെയായിരുന്നു. ഒരുപാട് സന്തോഷിക്കുന്നുണ്ടെങ്കിലും പക്ഷെ പ്രശ്നം മാറുന്നില്ല. പ്രശ്നം അവന് കൂടുന്നതേ ഉള്ളൂ. അത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ എങ്ങനെയാണോ നിലവിലെ റൗഡി പയ്യനെ ചലഞ്ച് ചെയ്ത് അടിച്ചിട്ട് റൗഡിയായി മാറിയത്, അതേ കണക്ക് അവിടുത്തെ വേറെയും പിള്ളേർ ഇവനെ അടിച്ചിട്ട് റൗഡി എന്ന പേര് നേടണം എന്ന രീതിയിൽ മുന്നോട്ട് വരുന്നുണ്ട്. അത് അവനെ ഭയങ്കര പ്രഷറിലാക്കുന്നു. കാരണം ആദ്യത്തെ പയ്യനെ അവൻ അടിച്ചിട്ടത് തന്നെ അവന്റെ സ്വന്തം കഴിവില് ഒന്നാമത്തെ തവണ അടിച്ചിട്ടതല്ല. അവൻ പലതവണ ആ പയ്യനുമായി ഫൈറ്റ് ചെയ്ത് തോറ്റ് അവന്റെ ഓരോ മൂവ് എങ്ങനെയായിരിക്കുമെന്ന് മനസ്സിലാക്കി അതിനൊത്ത് ഒരു 10ാമത്തെ തവണ ഫൈറ്റ് ചെയ്താണ് ആ പയ്യനെ തോൽപ്പിക്കുന്നത്. പക്ഷെ ഇവൻ ഫൈറ്റ് ചെയ്ത് ജയിച്ച ആ ഒരു അവസാന കാര്യം മാത്രമേ കുട്ടികളുടെ മെമ്മറിയിൽ നിൽക്കുന്നുള്ളൂ. അവൻ എത്രത്തോളം കഷ്ടപ്പെട്ട് ഫൈറ്റ് ചെയ്തു, എത്ര തവണ ഫൈറ്റ് ചെയ്തു എന്നത് അവരുടെ മനസ്സിലില്ല. അതേ കണക്ക് ഇപ്പൊ ഓരോ കുട്ടികളായി അവനെ ചലഞ്ച് ചെയ്ത് മുന്നോട്ട് വരുമ്പോൾ അവരോട് എല്ലാവരോടും കിടപിടിച്ച് നിൽക്കാനായി അവന് സാധിക്കുന്നില്ല. അവൻ സാറിനോട് സഹായം ചോദിക്കുമ്പോൾ ഈ ഒരു കോൺട്രാക്റ്റിൽ ഏർപ്പെട്ട അതിന് കോൺസിക്വൻസ് ഉണ്ടെന്ന് ഞാൻ നിന്നോട് പറഞ്ഞിരുന്നല്ലോ,
നീയായിട്ടാണ് അതിന് സമ്മതം അറിയിച്ചു വന്നത്. അതുകൊണ്ട് നീ ഇത് സഹിച്ചേ പറ്റൂന്ന് സാർ അവനോട് പറയുന്നു. അങ്ങനെ പിടിച്ചു നിൽക്കാൻ വഴിയില്ലാതെ കുട്ടികളുടെ എല്ലാം ഇടികൊണ്ട് അവൻ അവരിൽ നിന്ന് അപ്രത്യക്ഷനായി മാറുന്നു. അവനും ജിയെ കണക്ക് ആ ചില്ലുകൂടിനകത്ത് ട്രാപ്പായി പോവാണ്. അവൻ ഇങ്ങനെ മറിഞ്ഞതോടുകൂടി കുട്ടികളുടെ ഓർമ്മയിൽ നിന്നും അവനെന്നൊരു വ്യക്തിയെ മറിഞ്ഞു പോകുന്നുണ്ട്. അങ്ങനെ ക്ലാസ്സിൽ അവന്റെ സീറ്റും കാലിയാവുന്നു. മുന്നത്തെ കണക്ക് തന്നെ ആർക്കും അവനെ ഓർമ്മയില്ല. പക്ഷെ റിമ്മിന്റെ ബോയ് ഫ്രണ്ട് വൂവിനും മാത്രം ഇതെന്താ ഈ സീറ്റ് ഇങ്ങനെ കാലിയായി കിടക്കുന്നത് എന്നൊരു ഡൗട്ട് വരുന്നു. ആ ഒരു ടേബിളിൽ ജയുടെ കയ്യിൽ കോൺട്രാക്ടിന്റെ ഭാഗമായി സാറ് പതിപ്പിച്ചു കൊടുത്ത ആ ഒരു സ്റ്റാമ്പും പതിഞ്ഞു കിടപ്പുണ്ടായിരുന്നു. അവരതിങ്ങനെ വലിയ ഡൗട്ടോട് കൂടി നോക്കി നിൽക്കുന്നു. ഈ സ്റ്റാമ്പ് സാറിന്റെ റൂമിൽ എവിടെയോ കണ്ട കണക്ക് ഡൗട്ട് തോന്നുന്ന റിമ്മും വൂവും കൂടി നേരെ സാറിന്റെ റൂം പരിശോധിക്കാനായി പോകുന്നുണ്ട്. അവിടെ ഒരു ഡ്രോയറിൽ നിന്ന് അവർക്ക് 2 ഫയൽ കിട്ടുന്നു. ഒന്ന് ജിയുടെ കോൺട്രാക്ടിന്റെ ഫയലും രണ്ടാമത്തേത് വൂവിന്റെ കോൺട്രാക്ട് ഫയലുമാണ്. കൂടാതെ അവിടെ നിന്ന് മുന്നത്തെ സ്റ്റാമ്പും അവർ കണ്ടെടുക്കുന്നു. ഇതൊക്കെ കണ്ടെങ്കിലും എന്താണെന്നത് അവർക്ക് ഒട്ടും തന്നെ മനസ്സിലാവുന്നില്ല. അവരങ്ങനെ അവിടെ നിൽക്കുന്ന സമയത്ത് അങ്ങോട്ടേക്ക് സാറ് വരുന്നത് മനസ്സിലാക്കുന്നവർ ഒളിച്ച് നിൽക്കുന്നുണ്ടെങ്കിലും സാറിന് ആരോ ഈ റൂമിലുണ്ടെന്ന് മനസ്സിലാവുന്നു. പക്ഷെ അത് പുറമെ കാണിക്കാതെ കാണിച്ചു തരാമെന്ന മട്ടില് സാറ് ഒരുമാതിരി ചിരിയിൽ നിൽക്കാണ്. അപ്പോഴേക്കും സാറിന്റെ ഒരു കൊളീഗ് എത്തി നമുക്ക് ക്യാൻറ്റീനിൽ പോയി ചായ കുടിച്ചിട്ട് വന്നാലോ എന്ന് ചോദിച്ച് സാറിനെ വിളിച്ചുകൊണ്ട് പോകുന്നു. സാറ് തങ്ങൾ ഇവിടെ ഉണ്ട് എന്നത് കണ്ടുപിടിക്കാതെ തങ്ങൾ രക്ഷപ്പെട്ടു എന്നതാണ് അപ്പോ റിമ്മിന്റെയും വൂവിന്റെയും വിചാരം. അങ്ങനെ പിന്നീട് നമ്മൾ കാണുന്നത് ആ സ്കൂളിലേക്ക് പുതുതായി ട്രാൻസ്ഫർ ആയി വന്ന ഡൂഡു എന്നൊരു പെൺകുട്ടിയാണ്. ഡൂഡു ലണ്ടനിൽ നിന്ന് ഇപ്പൊ കൊറിയയിലേക്ക് എത്തിയതേ ഉള്ളൂ എന്ന രീതിയിലാണ് കുട്ടികളുടെ മുന്നിൽ അവൾ പറഞ്ഞിരിക്കുന്നത്. കൂടാതെ അവൾക്ക് ഭയങ്കര സുന്ദരനായ ഒരു ബോയ് ഫ്രണ്ട് ലണ്ടനിലുണ്ട്. അവളിന് അധികം വൈകാതെ ഇങ്ങോട്ടേക്ക് ട്രാൻസ്ഫർ ആയി വരും. അവളെ രഹസ്യമായി പ്രണയിക്കുന്ന മറ്റാരും ഉണ്ട്, എപ്പോഴും അവളെ ഫോളോ ചെയ്ത് നടക്കുന്നു എന്നിങ്ങനെ അവളെ പറ്റി പല പല കെട്ടുകഥകൾ അവൾ ഇവിടെ കുട്ടികളോട് പറയുന്നുണ്ട്. ചിലർ ഇതൊക്കെ കേട്ട് വിശ്വസിക്കുന്നുണ്ട്, ചിലർ ഗോസിപ്പ് അടിക്കുന്നുണ്ട്. അങ്ങനെ ഈ പുതിയ വിദ്യാർത്ഥിയായ ഡൂഡുവിന്റെ സ്കൂളിലത്തെ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നു. അടുത്തതായി നമ്മുടെ സാറ് കൗൺസിൽ ചെയ്യാനായി ക്ഷണിക്കുന്ന വിദ്യാർത്ഥി ഡൂഡു ആണ്. അവൾ സാറിന്റെ മുന്നിൽ പോകുമ്പോൾ സാർ ഒരു ഡയറി അവളുടെ മുന്നിലേക്ക് വെക്കുന്നു. ഇത് നിനക്കുള്ള സമ്മാനമാണ്. ഇത് നിനക്ക് എന്ത് വേണേലും ഓപ്പൺ ആയിട്ട് എഴുതാം. നിന്റെ ലൈഫിൽ നടക്കണമെന്ന് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ എഴുതിക്കൊള്ളാനായി പറയുമ്പോൾ അവൾ ഈ കുട്ടികളോട് പറയുന്ന പൊങ്ങച്ച കെട്ടുകഥകളില്ലേ അത് അവൾ ഇതിൽ എഴുതുന്നുണ്ട്. അതായത് അവൾക്ക് നല്ല ഹൈറ്റ് ഉള്ള ഹാൻഡ്സമായ ലണ്ടനിൽ ഉണ്ടായിരുന്ന ഇപ്പൊ ട്രാൻസ്ഫർ ഇങ്ങോട്ട് വന്നിരിക്കുന്ന ഒരു ബോയ് ഫ്രണ്ട് വേണം എന്നിങ്ങനെയല്ല. അവളത് എഴുതി തീരുമ്പോഴേക്കും സാറ് ശരി ഇനി ഈ ബുക്ക് ഇവിടെ വെച്ചിട്ട് പൊക്കോളാനായി പറഞ്ഞ് അവളെ ക്ലാസ്സിലേക്ക് വിടുന്നു. അവളങ്ങനെ എനിക്ക് ഗിഫ്റ്റ് ആയിട്ട് തന്ന ഡയറി എന്ന് പറഞ്ഞിട്ട് സാർ എന്ത് ഇതങ്ങ് വാങ്ങിച്ചു വെച്ചെന്ന് പറ്റില്ല. നേരെ ക്ലാസ്സിലേക്ക് ചെല്ലുമ്പോൾ സാർ അവിടേക്ക് പുതിയൊരു വിദ്യാർത്ഥി എന്ന് പറഞ്ഞ് ഒരു പയ്യനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അവനെ കാണുമ്പോൾ തന്റെ സങ്കല്പത്തിലെ ബോയ് ഫ്രണ്ട് കണക്ക് തന്നെ അവൾക്ക് ഫീൽ ആവുന്നുണ്ട്. അവൾ അന്തം വിട്ട് അവനെ നോക്കുമ്പോൾ അവൻ നേരെ അവളുടെ അടുത്തേക്ക് എത്തി എല്ലാവരുടെ മുന്നിൽ വെച്ച് ലണ്ടനിലുള്ള അവളുടെ ബോയ് ഫ്രണ്ട് എന്ന രീതിയിൽ സംസാരിക്കുമ്പോൾ അവൾ അമ്പരന്ന് പോകുന്നുണ്ട്. കുട്ടികളൊക്കെ ഓ ഇവളപ്പോ പറഞ്ഞ കാര്യം ശരി തന്നെയാ എന്ന മട്ടിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ അവൾക്ക് ഇത് വിശ്വസിക്കാനേ കഴിയുന്നില്ല. അങ്ങനെ അവൾ നേരെ ബ്രേക്ക് ആകുമ്പോൾ സാറിന്റെ അടുത്തേക്ക് ഓടിച്ചെല്ലുന്നു. എന്താ സാർ ഇത്? ആ ബുക്കിന് എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ? എങ്ങനെ ഇപ്പോ ഇല്ലാത്ത കാര്യങ്ങൾ ഇങ്ങനെ നടക്കുന്നതെന്ന് വണ്ടറായി നിൽക്കുമ്പോൾ ഇനിയും നടക്കും. നീ വിചാരിക്കുന്നതൊക്കെ നടക്കും. ആ ബുക്കിൽ നീ അതൊക്കെ എഴുതേണ്ട താമസമേ ഉള്ളൂ. പക്ഷേ അങ്ങനെ എഴുതണമെങ്കിൽ നിനക്ക് ആ ബുക്ക് കിട്ടണ്ടേ? ആ ബുക്ക് നിനക്ക് കിട്ടണമെങ്കിൽ ഞാൻ ആ ബുക്ക് തരണ്ടേ? അങ്ങനെ ഞാനത് തരണമെങ്കിൽ നീ ഞാനുമായി ഒരു കോൺട്രാക്റ്റിൽ ഏർപ്പെടണമെന്ന് സാറ് പറയുമ്പോൾ അവൾ അതിന് തയ്യാറാവുന്നു. കാരണം അവൾക്ക് ഈ കാര്യങ്ങളൊക്കെ നടക്കണം. അതുകൊണ്ട് തന്നെ അവൾ അവളുടെ രക്തം കൊണ്ട് സൈൻ ചെയ്ത് ആ കോൺട്രാക്റ്റിൽ ഏർപ്പെടുന്നു. തുടർന്ന് അവൾ അതിൽ എഴുതുന്ന എല്ലാ കാര്യങ്ങളും ലൈഫിൽ നടക്കുന്നുണ്ട്. അങ്ങനെ കാര്യങ്ങൾ നല്ല രീതിയിൽ മുന്നോട്ട് പോകണം. അവളുടെ ബോയ് ഫ്രണ്ട് അവളെ ഭയങ്കര കാര്യമാണെന്ന രീതിയിൽ അവൾ എഴുതുന്നതെല്ലാം ലൈഫിൽ അങ്ങനെ നടന്ന് മുന്നോട്ട് പോകുന്നു. അവൾ വളരെ ഹാപ്പി ആവുന്നു. കുട്ടികളുടെ മുന്നിൽ നല്ല രീതിയിൽ പൊങ്ങച്ചടിക്കുന്നുണ്ട്. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ടോയ്ലറ്റിലുള്ള അവൾ 2 കുട്ടികൾ അവളെ പറ്റി ഗോസിപ്പ് സംസാരിക്കുന്നത് കേൾക്കുന്നു. ഇവളുടെ അച്ഛൻ എന്തോ ലണ്ടനിലാന്നൊക്കെയല്ലേ അവള് പറഞ്ഞേ. പക്ഷെ പുള്ളിക്കാരൻ നാട്ടിലൊരു കട നടത്തുക. അവള് ചുമ്മാ പൊങ്ങച്ചടിച്ചാന്ന് തോന്നുന്നില്ല. അവളുടെ അച്ഛന്റെയും അമ്മയുടെയും ജോലിയെ പറ്റി അവൾ പറഞ്ഞ കള്ളത്തെ പറ്റി പിള്ളേർ സംസാരിക്കുമ്പോൾ അത് കേൾക്കുന്ന അവൾ നേരെ കലിപ്പിലെ ഡയറിയിലേക്ക് 2 ഡയലോഗ് എഴുതുന്നത് ഇപ്പൊ അവളെ പറ്റി സംസാരിച്ച ആ കുട്ടികളിൽ ഒരാൾ മരിക്കണം എന്നതാണ്. അടുത്ത ദിവസം അവൾ കാണുന്നത് സ്കൂളിലെ റൂഫ് ടോപ്പിൽ നിന്ന് അതിലൊരു കുട്ടി ചാടി മരിച്ചു എന്ന കാര്യമാണ്. അവളുടെ കണ്ണിൽ നേരിട്ട് കാണുന്ന ആ ഒരു ഇൻസിഡന്റ് അവളെ ആകെ ഭയപ്പെടുത്തുന്നുണ്ട്. ബുക്കിൽ എഴുതുന്ന നല്ല കാര്യങ്ങൾ മാത്രമല്ല അപ്പോഴത്തെ ഒരു ദേശത്തിന്റെ പുറത്ത് എഴുതുന്നതാണെങ്കിൽ പോലും ചീത്ത കാര്യങ്ങളും ഇതുപോലെ റിയൽ ആവുന്നു എന്നത് അവളെ ആകെ ഭയപ്പെടുത്തുന്നു. നടുങ്ങി പോകുന്നുണ്ട്. അവൾ എഴുതിയ കാര്യം ഒരിക്കലും തിരുത്താൻ കഴിയില്ല. പുതുതായി എന്തെങ്കിലുമൊക്കെ എഴുതാനേ സാധിക്കും. ആ ഒരു ഇൻസിഡന്റ് അവളിൽ വലിയ കുറ്റബോധം ഉണ്ടാക്കുന്നുണ്ട്. അവൾക്ക് എങ്ങനെങ്കിലും ഇതിനൊക്കെ ഒന്ന് രക്ഷപ്പെടണമെന്നുണ്ട്. അതിനായിട്ട് അവളിപ്പോ എഴുതിയുണ്ടാക്കി അവളുടെ ഫേക്ക് ബോയ് ഫ്രണ്ട് അവളുമായിട്ടുള്ള റിലേഷൻഷിപ്പ് ഇല്ലാണ്ടാക്കണമെന്ന രീതിയിൽ അവൻ എന്റെ അടുത്ത് നിന്ന് മാറിപ്പോണം, എന്നോട് മിണ്ടണ്ട, ഞങ്ങൾക്ക് റിലേഷൻഷിപ്പ് വേണ്ടെന്ന രീതിയിൽ ഡയറിയിൽ എഴുതുന്നു. അത് റിയൽ ആവുന്നുണ്ട്. പക്ഷേ അവനാകട്ടെ മരിക്കാനായി റൂഫ് ടോപ്പിൽ കയറിയിരിക്കുകയാണ്. എന്താ നീ ചെയ്യുന്നതെന്ന് അത് കണ്ട് കുട്ടികൾ ഓടിക്കൂടുമ്പോ അവിടേക്ക് ഡൂഡുവും ചെല്ലുന്നുണ്ട്. അവളും എന്താ നീ ചെയ്യുന്നതെന്നൊക്കെ ചോദിക്കുമ്പോൾ എന്റെ ഗേൾ ഫ്രണ്ട് നീയുമായിട്ട് എനിക്ക് റിലേഷൻഷിപ്പ് ഇല്ലെങ്കിൽ എനിക്ക് ജീവിക്കാൻ വേണ്ടെന്ന് പറഞ്ഞ് ആത്മഹത്യാ ഭീഷണി മുഴക്കി അവിടെ അങ്ങനെ നിൽക്കുമ്പോൾ അവനെ രക്ഷപ്പെടുത്താനായി അവൾക്ക് ഡയറിയിൽ ഞങ്ങൾക്കിടയിലെ പിണക്കം മാറണം, അവൻ ഞാനുമായി ഒന്നിക്കണമെന്ന് എഴുതേണ്ടി വരുന്നു. അവൾ എഴുതിയത് തിരുത്തല്ല, മറിച്ച് പുതിയൊരു കാര്യമായി അത് എഴുതുകയാണ്. മരിച്ചുപോയ ഒരാളെ ലൈഫിലേക്ക് കൊണ്ടുവരാൻ അവൾക്കപ്പോൾ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ ഈ രീതിയിൽ അവൾ എഴുതുന്നു. എഴുതിയ അടുത്ത നിമിഷം തന്നെ അവൻ അവളുടെ അടുത്തേക്ക് വന്ന് നിൽക്കുന്നു. വീണ്ടും അവളുടെ ബോയ് ഫ്രണ്ടായി കെയർ ചെയ്യാനായി തുടങ്ങുന്നു. അവൾക്കിപ്പോ ഇവന്റെ അടുത്ത് നിന്ന് പോകാനും പറ്റുന്നില്ല, ഇവന്റെ കൂടെ കുറ്റബോധം കാരണം നിൽക്കാനും പറ്റുന്നില്ല. അങ്ങനെ വല്ലാത്തൊരു അവസ്ഥ. അവൾക്ക് എത്ര തന്നെ ആയാലും ഉള്ളിന്റെ ഉള്ളിൽ അറിയാലോ ഇത് തന്റെ റിയൽ ബോയ് ഫ്രണ്ട് അല്ല, ചുമ്മാ ആളുകളുടെ മുന്നിൽ നാടകം കളിക്കാനായി താൻ സെറ്റ് ചെയ്തതാണെന്ന്. അവളാകട്ടെ ആകെപ്പാടെ എന്ത് ചെയ്യണമെന്ന് അറിയാതെ നേരെ ഡയറിയുമായി സാറിന്റെ റൂമിലേക്ക് പോകുന്നു. ആ കാഴ്ച റിമ്മും വൂവും കാണുന്നുണ്ട്. അവരതിന്റെ ഫോട്ടോ ക്യാമറയിൽ എടുക്കുന്നുണ്ടെങ്കിലും അവൾ
അവളെ അതിൽ പതിയുന്നേ ഇല്ല. എന്തിതെന്ന് അവർക്ക് മനസ്സിലാവുന്നില്ല. അവളെ കേട്ട് സാറിന്റെ അടുത്ത് ചെന്ന് ഇതൊക്കെ ഒന്ന് മാറ്റി തരണമെന്ന് പറയുമ്പോൾ ഒരിക്കലും ഇത് മാറ്റാൻ കഴിയില്ല എന്ന് സാർ അവളെ പറഞ്ഞു വിടുന്നു. ടെൻഷൻ ആവുന്നവൾ ഈ ഡയറി കാരണല്ലേ എല്ലാം റിയലായി നടക്കുന്നത്, അതുകൊണ്ട് ഇത് തന്നെ ഇല്ലാണ്ടാക്കിയാൽ ഒരു കുഴപ്പവും ഉണ്ടാവില്ല എന്ന് ധരിച്ച് ആ ഡയറി തീയിട്ട് നശിപ്പിക്കാൻ നോക്കുന്നു. പക്ഷെ ആ ഡയറി നശിക്കുന്നുണ്ടെങ്കിലും ആ ഡയറി മൂലം അവളുടെ ലൈഫിലേക്ക് വന്ന അവളുടെ ഫേക്ക് ബോയ് ഫ്രണ്ട് ഒരു പ്രേതം കണക്ക് അവളെ ചേസ് ചെയ്യാനായി തുടങ്ങുന്നുണ്ട്. ഇതേ സമയം നടക്കുന്ന കാര്യങ്ങളിൽ വ്യക്തമായി ഒന്നും അറിയില്ലെങ്കിൽ എന്തൊക്കെയോ ഡൗട്ട് തോന്നുന്ന റിമ്മും മൂവും അതിനെപ്പറ്റി ലാപ്ടോപ്പിൽ ഇങ്ങനെ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മുന്നേ ആ ഒരു ബോയ് ഫ്രണ്ട് ആത്മഹത്യ ചെയ്യാനായി ശ്രമിച്ച സമയം റൂഫ് ടോപ്പിൽ നടന്ന കാര്യങ്ങളൊക്കെ വീഡിയോ ഇവർ പിടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് അവിടെ മാറി നിന്ന് സാർ ഇതെല്ലാം ശ്രദ്ധിക്കുന്നത് ആ വീഡിയോയിലൂടെ അവർ കാണുന്നു. അവരതിങ്ങനെ കീനായി പരിശോധിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ റൂമിലേക്കാണ് ഈ ബോയ് ഫ്രണ്ട് പ്രേതത്തിൽ നിന്ന് രക്ഷപ്പെടാനായി ഡൂഡു വന്ന് കയറുന്നത്. അവിടെ വെച്ച് അവളെ അവൻ അറ്റാക്ക് ചെയ്യാനായി നോക്കുമ്പോഴേക്കും അവൾ ഡയറിയിൽ മറ്റൊരു കാര്യം എഴുതിയിരുന്നു, എന്നെ രഹസ്യമായി പ്രണയിക്കുന്ന ഫോളോ ചെയ്യുന്ന ഒരാളും കൂടി വേണമെന്നത്. ആ കഥാപാത്രം അവിടെ എത്തുകയും ഈ ബോയ് ഫ്രണ്ടുമായി വഴക്കിട്ട് അവനെ കൊന്ന് അവളെ അവിടെ നിന്ന് പിടിച്ചുകൊണ്ട് പോവുകയും ചെയ്യുന്നു. നേരെ ആ ചില്ലും കൂട്ടിലിട്ട് അവളെ അടക്കിയാണ്. അതോടുകൂടി അവളും എല്ലാവരുടെയും ഓർമ്മയിൽ നിന്ന് മാറിപ്പോകുന്നു. നമ്മുടെ റിമ്മും ബോവും അവളെ വ്യക്തമായി ഓർക്കുന്നില്ല. പക്ഷെ ലാപ്ടോപ്പിൽ ഇപ്പോഴും ആ ഒരു പയ്യൻ ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ച കണക്ക് ആ വീഡിയോ അവർക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ആരെ ഇവൻ എന്താ ഇവനെന്ന് അവർക്കും വ്യക്തമായി ഒന്നും മനസ്സിലാവുന്നില്ല. അങ്ങനെ അടുത്തതായി നമ്മൾ കാണുന്നത് ക്ലാസ്സിലെ സെക്കൻഡ് ഡേ പഠിക്കുന്ന ഒരു പയ്യനുണ്ടല്ലോ, അവന്റെ പേര് ജിൻ എന്നാണ്. ജിൻ സെക്കൻഡ് റാങ്ക് ക്ലാസ്സിൽ വാങ്ങുമെങ്കിലും അവൻ അങ്ങനെ പഠിച്ചല്ല വാങ്ങുന്നത്, കോപ്പി അടിച്ചാണ്. ബുദ്ധിപരമായി അവൻ കോപ്പി അടിക്കാറുണ്ട്. പക്ഷെ അവൻ അങ്ങനെ കോപ്പി അടിക്കുന്ന കാര്യം നമ്മുടെ സാറ് കണ്ടുപിടിക്കുന്നു. സാർ അത് വലിയ ഇഷ്യൂ ആക്കാതെ അവനെ കൗൺസിലിങ്ങിന് വിളിപ്പിക്കുന്നു. അവിടെ വെച്ച് അവനൊരു ഡ്രിങ്ക്സ് കൊടുക്കുന്ന സാറ്, നീ ഇനി മുതൽ കയ്യിലും കാലിലും ഒക്കെ എഴുതി വെച്ച് കോപ്പി അടിക്കേണ്ട കാര്യമില്ല, നീ ഈ ഡ്രിങ്ക്സ് കുടിച്ചാൽ പഠിക്കുന്ന കാര്യങ്ങളൊക്കെ നന്നായി ഓർത്ത് വെക്കുമെന്ന് പറയുമ്പോൾ അത് കുടിക്കുന്നവന് പഠിക്കുന്ന കാര്യം നന്നായി തന്നെ മനസ്സിലാവുന്നുണ്ട്. ഇവൻ പഠിക്കാത്തത് പോലും അവൻ ആൻസർ ചെയ്യാനേ കഴിയുന്നുണ്ട്. പക്ഷെ ആ ഒരു ഡ്രിങ്ക്സിന്റെ എഫക്ട് മാറുന്നതേയും അവനൊന്നും തന്നെ ഓർമ്മ വരുന്നില്ല. വീണ്ടും ആ പഴയ രീതിയിലേക്ക് പോകുന്നു. അവൻ നേരെ സാറിന്റെ അടുത്തേക്ക് ചെന്ന് ഹെൽപ്പ് ചോദിക്കുമ്പോൾ ഞാൻ നിന്നെ ഹെൽപ്പ് ചെയ്യാം, പക്ഷെ നീ എന്റെ കൂടെ കോൺട്രാക്ട് വെക്കണമെന്ന് പറയുന്നു. അങ്ങനെ അവൻ സാറിന്റെ കൂടെ കോൺട്രാക്റ്റിൽ ഏർപ്പെടുന്നു. തുടർന്ന് സാർ അവൻ ആ ഡ്രിങ്ക്സ് കുടിക്കാനായി കൊടുത്തുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. അത് കുടിക്കുന്നവന് പഠിക്കുന്ന കാര്യം എല്ലാം ഓർമ്മ വരുന്നുണ്ടെങ്കിലും അതിന്റെ സൈഡ് എഫക്റ്റ് ആയി അവന്റെ വീട്ടിലേക്കുള്ള വഴി, അവന്റെ കൂട്ടുകാര്, വീട്ടുകാര് എന്നിങ്ങനെ ബാക്കി സകല കാര്യങ്ങളും മറന്നു പോവാണ്. പഠിക്കുന്ന കാര്യം മാത്രമേ അവന്റെ മെമ്മറിയിൽ നിൽക്കുന്നുള്ളൂ. ബാക്കി എല്ലാം തന്നെ അവൻ മറക്കുന്നു. ആദ്യമൊക്കെ അവനത് വലിയ കാര്യമില്ലെങ്കിലും പിന്നെ അവനത് ഭയങ്കര ബുദ്ധിമുട്ടായി മാറുന്നുണ്ട്. സഹി ഇടുന്നവൻ കൂടുതൽ ഡ്രിങ്ക്സ് കുടിച്ച് നോക്കുന്നുണ്ടെങ്കിലും പഠിക്കുന്ന കാര്യം മാത്രമേ ഓർത്തെടുക്കാനായി സാധിക്കുന്നുള്ളൂ. അവനിങ്ങനെ ലൈബ്രറിയിൽ മറ്റു വരുന്ന എപ്പോഴും ഒരു ക്യാനിലെ ഡ്രിങ്ക്സ് കുടിച്ചുകൊണ്ടേയിരിക്കുന്ന കാഴ്ച ഇതിന്റെ ഇടയിൽ റിമ്മും വൂവും ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. ഇവൻ എന്തോ പന്തികേടുണ്ടല്ലോ എന്ന് മട്ടില് അവരും നോക്കുന്നു. എന്തായാലും ഒരു ലിമിറ്റ് കഴിയുമ്പോൾ പഠിക്കുന്ന കാര്യം മാത്രം തലയിലിരുന്ന് ചുറ്റിനുള്ള എല്ലാം മറക്കുന്ന ആ ഒരു അവസ്ഥ അവന് തന്നെ സഹിക്കാൻ വയ്യ. തനിക്ക് ഭയങ്കരമായ ഒരു കുഴപ്പമുണ്ടെന്ന് തോന്നുന്നവൻ നേരെ സാറിന്റെ അടുത്ത് ചെന്ന് സാർ എന്നെ ഇതിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്തണമെന്ന് പറയുമ്പോൾ എനിക്ക് ഹെൽപ്പ് ചെയ്യാൻ സാധിക്കില്ല, കോൺട്രാക്റ്റിൽ ഒരു തവണ വന്നാൽ പിന്നീട് ഒരു തിരിച്ചുപോക്കില്ല എന്ന് സാറ് പറയുന്നുണ്ടെങ്കിലും അവൻ ആ ഡ്രിങ്ക്സ് കുടിക്കുന്നതുകൊണ്ടാണ് തനിക്ക് ഇങ്ങനെ വരുന്നതെന്ന വിശ്വാസത്തിൽ അതിന്റെ കൂടി അങ്ങ് നിർത്തുന്നുണ്ടെങ്കിലും അതോടുകൂടി അവൻ എല്ലാവരുടെയും ഓർമ്മയിൽ നിന്ന് ഇല്ലാണ്ടായി ആ ചില്ലുകൂട്ടിൽ അടയ്ക്കപ്പെടുന്നു. അങ്ങനെ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നു. അതിന്റെ ഇടയിൽ പല വിദ്യാർത്ഥികളും പല കാര്യങ്ങൾക്കും ആവശ്യങ്ങൾക്കും ഒക്കെയായി അത്യാഗ്രഹം പിടിച്ച് ഈ സാറിന്റെ കെണിയിൽപ്പെട്ട് അപ്രത്യക്ഷമായി ആ ചില്ലും കൂട്ടിൽ അടയ്ക്കപ്പെടുന്നുണ്ട്. ആ കൂട്ടത്തിൽ ഒരു പെൺകുട്ടി ലാസ്റ്റ് വളരെ സുന്ദരിയാകണമെന്ന് ആഗ്രഹിച്ച് ആ ഒരു രീതിയിൽ സാറിന്റെ കെണിയിൽ ചെന്ന് ഇതേ കണക്ക് അപ്രത്യക്ഷയായി പോകുന്നു. അവൾ മായുന്ന സമയത്ത് അവളുടെ കയ്യിലുണ്ടായിരുന്ന മൊബൈൽ ഫോൺ താഴെ വീഴുന്നുണ്ട്. ആ ഒരു സമയം റിം ആ മൊബൈൽ എടുക്കാനായി പോകുന്നു. അവൾക്ക് ആ പെൺകുട്ടി മാഞ്ഞതൊക്കെ അപ്പോഴേക്കും ഓർമ്മയിൽ നിന്ന് ഇല്ലാണ്ടായിട്ടുണ്ടായിരുന്നു. പക്ഷെ ആ മൊബൈൽ അവൾ എടുക്കാനായി കുനിയുന്ന അതേ ടൈം തന്നെ സാറും ആ മൊബൈൽ എടുക്കാനായി കൈ നീട്ടുന്നുണ്ട്. സാറിന്റെ കയ്യിൽ റിമ്മിന്റെ കൈ ടച്ച് ആവുന്ന ആ ഒരു സമയത്ത് അവൾക്ക് എന്തൊക്കെയോ ഫ്ലാഷ് ബാക്കുകൾ വരുന്നു. ഓർമ്മയിൽ നിന്ന് മാറിപ്പോയ പലതും മിന്നി മറിഞ്ഞു പോകുന്നുണ്ട്. അവൾ ആകെ കൺഫ്യൂസ്ഡ് ആവുന്നുണ്ട്. അവൾ ഈ കാര്യങ്ങൾ വൂവുമായി ഡിസ്കസ് ചെയ്യുന്നു. ഈ കാര്യങ്ങളെ പറ്റി രണ്ടുപേരും വെബ്സൈറ്റിൽ പോസ്റ്റ് ചെയ്യുന്നു. ആ പോസ്റ്റ് കാണുന്ന സാറാകട്ടെ, നിങ്ങൾ എന്തൊക്കെ കഥകൾ ഈ പറഞ്ഞുണ്ടാക്കുന്നത്, നിങ്ങൾ കാണാതെ പോയെന്ന് പറയുന്ന കുട്ടികളെല്ലാം തന്നെ സ്പെഷ്യൽ ക്ലാസ് അറ്റൻഡ് ചെയ്യാണെന്നും പറഞ്ഞ് വേറൊരു ക്ലാസ് റൂമിൽ അവരിരുന്ന് പഠിക്കുന്ന കണക്ക് ഒരു കാഴ്ച ഇവർക്ക് കാട്ടിക്കൊടുക്കുമ്പോൾ ഇത് റിയൽ ആണോ അതോ വെറും തോന്നലാണോ എന്ന് മനസ്സിലാവാതെ റിമ്മും വൂവും നിൽക്കുന്നു. കാര്യങ്ങളുടെ സത്യാവസ്ഥ ഒന്ന് അറിയാനായി അവൾ കൗൺസിലിംഗ് എന്ന രീതിയിൽ സാറിന്റെ അടുത്തേക്ക് പോകുന്നുണ്ട്. സ്ട്രെയിറ്റ് ആയി തന്നെ സാറിനോട് എന്താണ് ആ കുട്ടികൾക്ക് പറ്റിയത്, ഇപ്പൊ ഞാൻ അവരെ ക്ലാസ്സിൽ ഇരിക്കുന്ന കണക്ക് കണ്ടത് റിയൽ ആണോ എന്താണെന്ന് എനിക്ക് അറിയണമെന്ന് അവൾ ആവശ്യപ്പെടുമ്പോൾ ഇത് നീ ആത്മാർത്ഥമായി ചോദിക്കുന്നതാണോ അതോ ജസ്റ്റ് ചുമ്മാ പേരിന് തിരക്കുന്നതാണോ, അല്ല നീ ക്ലാസ് ലീഡർ ആണെന്ന് കരുതി ഇവരുടെ കാര്യത്തിൽ സത്യസന്ധമായി ഇടപെടുന്നതാണോ എന്ന് സാർ ഒരുമാതിരി കളിയാക്കുന്ന രീതിയിൽ ചോദിക്കുമ്പോൾ അവർക്ക് എന്ത് പറ്റി എന്ന് അറിയണമെന്ന് തന്നെ ആവശ്യമാണെന്ന് അറിയിക്കുന്നു. ഓ, ഞാൻ നിനക്ക് ഒരു അവസരം തരാം. ദേ ഈ ടൈമർ ഇത് ഫിനിഷ് ആവുന്നതിന് മുന്നേ നിനക്ക് അവർ ട്രാപ്പ് ആയി കിടക്കുന്ന ലോകത്തേക്ക് ചെല്ലാൻ ഞാൻ അനുവാദം തരാം. അതിനു മുന്നേ അവിടെ ചെന്ന് അവരെ രക്ഷപ്പെടുത്തി ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാൻ കഴിയുമെങ്കിൽ നീ അത് ചെയ്യാനായി പറഞ്ഞു. സാർ അവൾക്കൊരു ചലഞ്ച് നൽകുമ്പോൾ അവൾ അതിന് തയ്യാറാവുന്നു. അതുകൊണ്ട് തന്നെ ഒരു കോൺട്രാക്റ്റിൽ അവൾ ഏർപ്പെടാണ്. ആ സമയം അവസാനിക്കും മുന്നേ ആ ലോകത്ത് ചെന്ന് മറഞ്ഞുപോയി അവളുടെ ഫ്രണ്ട്സിനെ രക്ഷപ്പെടുത്തി തിരിച്ചു കൊണ്ടുവരാൻ കഴിഞ്ഞാൽ അവൾക്ക് വിജയിക്കാം. അല്ലെങ്കിൽ അവളും ഈ ഒരു ചലഞ്ചിൽ തോറ്റ് ഇല്ലാണ്ടായി പോവും എല്ലാവരുടെയും ഓർമ്മയിൽ നിന്ന്. അങ്ങനെ വളരെയധികം റിസ്ക് എടുത്ത് തന്നെ അവൾ അതിന് തയ്യാറായി. അങ്ങനെ റിം ആ വേൾഡിലുള്ള സമയം റിയൽ വേൾഡിൽ അവളെ കണക്കൊരു രൂപം അവളെ പോലെ ക്ലാസ്സിലെത്തി അവളുടെ ബോയ് ഫ്രണ്ടിനോടും മറ്റു കുട്ടികളോടും ഇടപെടുന്നു. പക്ഷെ റിം എപ്പോഴും പക്വതയോടുകൂടി ഡീൽ ചെയ്യുന്ന പെൺകുട്ടിയാണെങ്കിൽ ഇവൾ കുറച്ച് ഓവറായിട്ട് കാര്യങ്ങൾ സംസാരിക്കുകയും പെരുമാറുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. ബോയ് ഫ്രണ്ട് ആയ വൂവിന് അതിൽ ഡൗട്ട് തോന്നുന്നു. അവൻ അവളെ പറ്റി ഡൗട്ട് തോന്നി അവൾ ഇടയ്ക്കിടയ്ക്ക് ലോക്കറിൽ ചെന്ന് ഒരു ടൈമർ
ടൈമർ എടുത്ത് നോക്കുന്നത് കണ്ട് അത് ചെന്ന് എന്താണെന്ന് പരിശോധിക്കാൻ പോകുന്നു. കാരണം കാര്യങ്ങളുടെ സത്യാവസ്ഥ അറിയാനായി ഞാൻ സാറിന്റെ അടുത്ത് കൗൺസിലിങ്ങിന് പോയിട്ട് വരാമെന്ന് പറഞ്ഞ് പോയ ശേഷം പിന്നെ കാണുന്ന റിം അത്രയും നാൾ ഉണ്ടായിരുന്ന ഒരു റിം പോലെ അല്ല വേറെ രീതിയിലാണ് പെരുമാറുന്നത്. അതറിയാനായിട്ടാണ് അവൻ ഇപ്പോ ആ ഒരു ടൈമർ എടുത്ത് നോക്കുന്നത്. ദേഷ്യം വരുന്ന ഈ ഫേക്ക് ആയ റിം വേഗം തന്നെ ആ ടൈമർ അവൻ ഒന്നും ചെയ്യാതിരിക്കാനായി വേഗം അവനെ അറ്റാക്ക് ചെയ്യുന്നു. റിയൽ വേൾഡിൽ നടക്കുന്ന ഈ കാര്യങ്ങളൊക്കെ തന്നെ ആ വേൾഡിൽ പോയിട്ടുള്ള റിമ്മിന് അവിടെ നിന്ന് കാണാൻ സാധിക്കുന്നുണ്ട്. തന്റെ ബോയ് ഫ്രണ്ട് വു അപകടത്തിലാണെന്ന് കാണുന്ന അവൾ ആകെ ടെൻഷൻ ആവുന്നു. അവൾ വേഗം തന്നെ തന്റെ ബോയ് ഫ്രണ്ടിനെ രക്ഷിക്കാനായി ആ ട്രാപ്പ് ആയ വേൾഡിൽ നിന്ന് റിയൽ വേൾഡിലേക്ക് എത്തുന്നു. അവൾ എത്തിയപാടെ മുന്നിൽ നിൽക്കുന്ന തന്റെ അതേ രൂപം തന്റെ ഒരു ഓപ്പോസിറ്റ് ക്യാരക്ടർ ആണെന്ന് മനസ്സിലാക്കുന്ന അവൾ അതിനെ കൺട്രോൾ ചെയ്ത് അടക്കാണ്. അടുത്ത നിമിഷം തന്നെ അവളുടെ ബോധം പോകുന്നു. പിന്നീട് അവൾ കണ്ണു തുറക്കുമ്പോൾ അവളുടെ അടുത്ത് സാറുണ്ട്. നീ ആ സമയം അവസാനിക്കും മുന്നേ ആ വേൾഡിൽ നിന്ന് മടങ്ങിയെത്തിയിരിക്കുന്നു. നമുക്ക് നമ്മളെ തന്നെ കൺട്രോൾ ചെയ്യാൻ സാധിച്ചാൽ നമുക്ക് ആ വേൾഡിൽ നിന്ന് തിരിച്ചു വരാൻ സാധിക്കും. നമ്മൾ അത്യാഗ്രഹം മൂത്ത് ആവശ്യമില്ലാത്തത് പിടിച്ചടക്കാൻ നോക്കുമ്പോഴാണ് നമ്മൾ ഇത്തരം സാഹചര്യങ്ങളിൽ ചെന്ന് പെടുന്നതെന്ന് സാർ അവളോട് പറയുന്നുണ്ട്. അവളെ തന്നെ കൺട്രോൾ ചെയ്താണ് തിരിച്ചു പോയേ സാധിക്കൂ, എനിക്കിങ്ങനെ ഇതാണിപ്പോ വേണ്ടതെന്ന് മനസ്സിൽ ഉറപ്പിച്ചാണ് അവൾ തിരിച്ചെത്തിയത്. അതുകൊണ്ട് തന്നെ അവൾ ഈ ചലഞ്ചിൽ വിജയിച്ചിരിക്കുന്നു. അവളിപ്പോ നോക്കുമ്പോൾ എല്ലാം പഴയ കണക്കുണ്ട്. അവളുടെ ഫ്രണ്ട്സ് ഒക്കെ തിരിച്ചെത്തിയിരിക്കുന്നു. അവൾ ഒരുപാട് ഹാപ്പി ആവുന്നുണ്ട്. പെട്ടെന്ന് വു ഫോട്ടോ എടുക്കുന്ന സൗണ്ട് കേട്ട് അവൾ ഉറക്കത്തിൽ നിന്ന് ഞെട്ടിയുണ്ടായിരുന്നു. നോക്കുമ്പോൾ ക്ലാസ്സിലിരുന്ന് അവൾ ഉറങ്ങിയ കണക്കാണ് അവൾക്കിപ്പോ തോന്നുന്നത്. അവളുടെ സ്വപ്നത്തിൽ നടന്ന കാര്യങ്ങൾ കണക്കാണ് അവളിപ്പോ ഫേസ് ചെയ്തു വന്ന ഈ കാര്യങ്ങളെല്ലാം അവൾക്ക് തോന്നുന്നത്. അതായത് ഇത് റിയൽ ആയി നടന്നതാണോ അതോ താൻ കണ്ട ഒരു സ്വപ്നമാണോ എന്ന് മനസ്സിലാവാത്ത രീതിയിൽ അവൾ ആകെ കൺഫ്യൂസ്ഡ് ആയിരിക്കുന്നിടത്ത് ഈ ഒരു കഥ ഇവിടെ അവസാനിക്കുന്നു. അങ്ങനെ ആ ക്ലാസ്സിലേക്ക് എത്തിയ ടീച്ചർ യഥാർത്ഥത്തിൽ ആ കുട്ടികൾക്കിട്ട് ഒരു പണി കൊടുത്തതാണോ അതോ ഇതൊക്കെ നമ്മൾ ലാസ്റ്റ് കണ്ട പോലെ ക്ലാസ് ലീഡറായ റിം ഉറക്കത്തിന്റെ ഇടയിൽ കണ്ട ഒരു സ്വപ്നമാണോ? എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത്? കമന്റ് ഇടാൻ മറക്കല്ലേ. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യാം. വീണ്ടും കാണും വരെ ബൈ.